നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ താരങ്ങൾക്കെതിരായ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. MLA കൂടിയായ മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ബാബുരാജ് തുടങ്ങിയവർക്കെതിരെയാണ് ലൈംഗിക ആരോപണവുമായി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തിയിരിക്കുന്നത്. 7 പേർക്കെതിരെയാണ് നടി മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശാരീരികമായും പീഡിപ്പിച്ചതായും ലൈംഗിക ചുവയോടെ സംസാരിച്ചതായും മിനു മുനീർ ആരോപിക്കുന്നു. ആരോപണം ഉന്നയിച്ച് നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾ ഇത്തരത്തിലുള്ള അട്രോസിറ്റികൾ നേരിട്ടു എന്നുള്ളത് വ്യക്തമായ തെളിവുമായിട്ടാണ് മിനു മുനീർ നമ്മളോടൊപ്പം നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഏത് കാലഘട്ടത്തിലായിരുന്നു മാമിന് ഇങ്ങനെ ഒരു അട്രോസിറ്റി ഉണ്ടായത്? ഞാൻ 2008-2009 ദേ അങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രൻ അഭിനയിക്കാൻ വന്നത്. അതിനു മുമ്പ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ നേരെ സെക്രട്ടേറിയറ്റിലോട്ടാണ് വന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് സാരി ഞൊറച്ചിലിങ്ങനെ പിടിച്ചിട്ട് പുറകിൽ പെട്ടെന്ന് ഒരാൾ കയറി കെട്ടിപ്പിടിക്കും. നമ്മൾ പേടിച്ച് പുറകോട്ട് നോക്കിയപ്പോഴത്തേക്ക് ജയസൂര്യ ആയിരുന്നു. ജയസൂര്യ പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ ലിപ്സ് കിസ് ചെയ്യുകയും അങ്ങനെ പിടിച്ചോണ്ട് ഞാൻ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയി, താഴെ ഓടിപ്പോയി. അപ്പം ജഗതി ചേട്ടൻ വാസ് വെരി ഡീസെന്റ് ആൻഡ് വാസ് വെരി ജെന്യൂൻ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ഹിം. ജഗതി ചേട്ടൻ്റെ അടുത്ത്. സോ ഐ തോട്ട് ഐ ക്യാൻ ഷെയർ വിത്ത് ഹിം. ഇതെന്തോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ വന്നപ്പോൾ ഇതാണോ സിനിമ, ഇങ്ങനെയൊക്കെയാണോ സിനിമ അല്ലേ, അങ്ങനെ ഒരു തോന്നലും ഒരു പേടിയും. അപ്പോൾ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എൻ്റെ പുറകെ ഓടി വന്നു അജയ് സൂര്യ. എന്നിട്ട് പറഞ്ഞു, മിനു എനിക്കൊരു കാര്യം ചോദിച്ചാൽ യെസ് ഓർ നോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് അവിടെ മിനു വരുവാണെങ്കിൽ മിനുവിന് പല നേട്ടങ്ങളുണ്ടാവും. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരനൊന്നും ചെയ്തിട്ടില്ല. ഇത് ആരോപണമാണ്, ആളുകൾ പുറത്തു വരട്ടെ, ഇതൊക്കെ കെട്ടിച്ചമിക്കുന്ന കഥകളാണെന്നാണ് മുകേഷ് നേരത്തെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് വന്നവർക്കെതിരെ പറഞ്ഞത്. മാമിനും അത്തരത്തിലൊരു ആരോപണം പുള്ളിക്കെതിരെ പറയാനുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു വ്യക്തിമാണല്ലോ. ഞാൻ ഒരുപാട് മെന്റൽ ടോർച്ചറും മെന്റൽ അഗ്നിയും ഞാൻ സഫർ ചെയ്തതാണ്. കാരണം സിനിമാ ഫീൽഡിൽ ഞങ്ങളൊക്കെ ഒത്തിരി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്നവരാ ഞങ്ങൾ. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം, ഞങ്ങളുടെ ആ ഒരു സ്വപ്നത്തെയാണ് അവർ തകർത്ത് കളഞ്ഞത് ഇവര്. അപ്പം അവർക്കിനി അഭിനയിക്കാൻ ഈ ബെഡ് ഷെയർ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ അവർ അതിന് വിളിക്കണ്ട, ഒന്നിനും വേണ്ട, അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളെ ആക്ഷേപിക്കുകയും പലരുടെ മുമ്പിലിട്ടിട്ട് കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പും തരാൻ തയ്യാറായില്ല, ബെഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ മലയാള ഫിലിം തന്നെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയായത്, ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈക്ക് പോവുകയത്. ഈ അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷ് മാമിനോട് പറഞ്ഞത് എന്താണ്? അത് ശരി, അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് നോക്കിയോ? നിനക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നീ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അവിടെ അങ്ങ് അടച്ചു വെച്ചോളാം, ആർക്കും കൊടുക്കണ്ട. ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഇല അനങ്ങല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇവിടെ നിന്നിട്ട് എനിക്ക് കാര്യമില്ല. കാരണം എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും കിട്ടത്തില്ല. ഇനി വന്ന സിനിമകളൊന്നും, കാരണം ഇവരുടെയൊക്കെ ഭാര്യമാരായിട്ടൊക്കെയല്ലോ വിളിക്കുന്നത്. അപ്പം അവർ പറയാം എനിക്ക് മിനുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് 25 വർഷം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇടവേള ബാബു. അപ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ സമീപിച്ചു എന്നൊരു ഇതും കൂടി കേട്ടിട്ടുണ്ട്. അതെ, അദ്ദേഹം ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞത് മിനു പാട്ട് പാടും, ഡാൻസ് ഒക്കെ ചെയ്യും, അങ്ങനെയാണെങ്കിൽ മിനു എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ മിനുവിന് പല നേട്ടങ്ങളുണ്ടാവും, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ ബാച്ചലറാണ്, എൻ്റെ കൂടെ ഒന്ന് മിനുവിന് സഹകരിക്കാം, എൻ്റെ കൂടെ ഒപ്പം നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് പുള്ളി എൻ്റെ അടുത്ത് ചെയ്ത്. വളരെ മോശമായിട്ട് തന്നെ അവളെ അബ്യൂസ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തന്നെയാണ് സെക്രട്ടറി, ഇദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയിലെ മെമ്പർഷിപ്പ് ഇടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു, ഫോം തന്ന് ഒപ്പിട്ടതാ, ഞാൻ ഇന്ന് തന്നെ അപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയും ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്റെ കൺസെന്റ് ഇല്ലാണ്ട്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട് മാമോട്ടൊരു ക്ലാഷ് ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാതി നിലനിൽക്കുന്നുണ്ടല്ലോ 10 വർഷം മുൻപ്. ഞാനത് പിൻവലിച്ചായിരുന്നു. അതെന്തായിരുന്നു പരാതി? അത് ഈ മേക്കപ്പ് മാനെ ഞാൻ അറിയത്തുമില്ല, ഒന്നുമില്ല, വെറുതെ വേറെ ഡ്രൈവറിന്റെ കഥയും കേട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പൊ അയാൾക്ക് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ അത് സുരേഷ് ഗോപി സാറിനെ വിളിച്ച് പറഞ്ഞു, അതെങ്ങനെ, ഞാൻ മിനുവാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഓൾറെഡി ആയുധം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ നിങ്ങളുടെ മേക്കപ്പ് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. പുള്ളി എന്നെ അങ്ങ് ഷൗട്ട് ചെയ്തു, ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഇൻ ടേജോ തുടങ്ങുന്നത്. ഞാനങ്ങ് ധരിച്ചു, കാരണം നമ്മൾ ഒരു സ്ത്രീ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സ്ത്രീ എന്നൊരു പരിഗണന പോലും അത്രയും കൂടെ പക്വതയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഉടനെ എന്താണ് മിനുവിന്റെ ആവലാതി അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ. നടൻ ബാബുരാജിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ഹലോ, നമസ്കാരം. ഞാന് ഇപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് വരാനുള്ള കാരണം എന്ന് വെച്ചാല്,
എന്റെ ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിച്ച കുറെ ദാരുണമായ കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്ന ഒരാളായ എന്ന നിലയ്ക്കാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ കുറെ പെൺകുട്ടികൾക്കൊരു മനസ്സിനൊരു ധൈര്യവും ശക്തിയും ഒക്കെ ഇതൊക്കെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തൽക്കാലം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനിപ്പോ ഒരു ലൈഫ് മാരീഡ് ആയിട്ടിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഞാനിപ്പോ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ അമ്മ മെമ്പേഴ്സിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന മിസ്റ്റർ ബാബുരാജ്, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ന്യൂസ് ചാനലിൽ 24 ചാനലിൽ കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്കിതൊന്ന് വരണമെന്ന് തോന്നിയത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ നടൻ മിസ്റ്റർ ബാബുരാജ്, ഈ വ്യക്തി നമ്മൾ എന്താ പറയാ പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അയാളുടെ ആ ഒരു അപ്രോച്ചില് അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എന്ന് വെച്ചാല് വളരെ ചെറുപ്പത്തിലെ തന്നെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന ഒരു കുട്ടിയാണ് ഞാന്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാലത്ത് അഭിനയത്തില് നാടകങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ ബെസ്റ്റ് ആക്ട്രസിന്റെ സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ സിനിമാ മേഖല വളരെ നല്ല ഒരു ഫീൽഡാണ്. നമുക്ക് നല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ലൈഫ് എന്തായാലും ബെറ്റർ ആവും, നല്ലൊരു ലൈഫ് കിട്ടും എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സിനിമാ ഫീൽഡിലേക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തത്. ഫസ്റ്റില് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാല്, ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ, നമ്മൾക്കറിയാം മലയാള സിനിമയിലെ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ച ഒരാളാണ് ബാബുരാജ്. അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം, നല്ല റോളുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ വരിക, അവിടെ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള്, ബെറ്റർ റോള് തരാം, എന്താ പറയാ ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കപ്പോ ഈ എറണാകുളം എങ്ങനെയാ പോകണ്ടേ ഒന്നും അറിയില്ല. ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദൂരെ എറണാകുളത്ത് നിന്ന് എന്റെ വീട്. അപ്പം ഞാനവിടെ എത്തുമ്പോ ഒരു ഉച്ച സമയമായി. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പൊ അവര് വരാൻ കുറച്ച് വൈകും, എല്ലാവരും കുറച്ച് തിരക്കിലാണ്, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് താഴെ പുള്ളിയുടെ 2 നില വീടാണ് ആലുവയിലുള്ള വീട്. അവിടെ താഴെ ഒരു റൂം എനിക്ക് തന്നു, ഇവിടെ റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ച സമയത്ത് ഇയാള് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യാണ് ചെയ്തത്. പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. താന് അത് പറയാൻ എനിക്ക് പറ്റൂല, അങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മളതിന് ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവർ വിചാരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടൻ ബാബുരാജിനെതിരെയും ഉയർന്നിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റാണ് ആരോപണവുമായി ലൈംഗികമായി പീഡിപ്പിച്ചു, ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഈ ആരോപണം ബാബുരാജും മണിയൻ പിള്ള രാജുവും നിഷേധിച്ചു. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ എല്ലാവരും പുറത്തു വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ക്ലിയർ ആയിട്ടൊരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലോ ഉമ്മൻചാണ്ടി സാറ്. ഇത്രയും ജനആളിനെ കുറിച്ച് എന്തെല്ലാം വന്നു, അതുപോലെയല്ല, അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ 2 സൈഡിൽ നിന്നാണ് കാര്യം. ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റുകാരാണെങ്കിൽ ശേഷിക്കണം. കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും നവമി ദിനേശും തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, നടി മിനു മുനീർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഏറെ ഗുരുതരമാണ്. മുകേഷിനെതിരെയുണ്ട്, മറ്റു പല പ്രമുഖർക്കെതിരെയും, ജയസൂര്യ ഉൾപ്പെടെയുള്ള പല
പ്രമുഖർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രമുഖരുടെയും പേരുകളുണ്ട്. പക്ഷേ അതിന് ഉള്ളടക്കമൊന്നും നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ മിനു മുനീർ പറഞ്ഞ കാര്യങ്ങൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ? ഹേമ കമ്മിറ്റി ഈ മിനുവിൻ്റെ മൊഴിയെടുത്തിരുന്നോ? എന്തായിരിക്കും ഈ മിനു മുനീറിൻ്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പോൾ നിലവിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? മിനു മുനീർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതിപ്പെടും. ഇതുമായി മുന്നോട്ടുള്ള നിയമയുദ്ധത്തിന് അവർ തയ്യാറാണ്. അങ്ങനെ തന്നെയാണ് അവർ ഇത്തരം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എഡിറ്റഡ് വേർഷൻ പോലും പുറത്തു വരുമ്പോൾ തന്നെ അതിനിടയിൽ ഉണ്ടായ കോലാഹലം എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആശങ്കയായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ അത് ഭയപ്പെട്ടതും. അതല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഹർജി നൽകുന്നു. മാക്സിമം അത് വൈകിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും ഇപ്പോൾ ഓരോരുത്തരും ദിനം പ്രതി നടത്തി വരുന്ന വെളിപ്പെടുത്തലും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ അങ്ങേയറ്റം ഈ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള ആരോപണമാണ് സിനിമാ രംഗത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളും മുതിർന്ന ആളുകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഈ മിനു മുനീർ എന്ന് പറയുന്ന ഈ മുൻ അഭിനേത്രി ഇത്രയും കാര്യങ്ങൾ, അതായത് നടൻ മുകേഷിനെതിരെ, ഇടവേള ബാബുവിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, നടൻ ജയസൂര്യക്കെതിരെ, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോൾക്കെതിരെ, അതുപോലെ ഒരു അഡ്വക്കേറ്റ് തന്നെ ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ കൊണ്ടുപോയ സാഹചര്യം, ഇത്രയധികം ആളുകളോട് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത ശേഷം സിനിമ വിടുക, അതായത് മലയാള സിനിമയിൽ അമ്മയിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണമെന്ന് എല്ലാവരും, ഈ മുകേഷ് ആകട്ടെ, ഇടവേള ബാബു ആകട്ടെ, മണിയമ്പിള്ള രാജു ആകട്ടെ, ഇവരൊക്കെ ഈ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ, ഇങ്ങനെ ഒരു താല്പര്യം വെക്കുമ്പോൾ, ഇവർ അതിനോട് ഫൈറ്റ് ചെയ്ത് നിന്നതിന്റെ ഫലമായിട്ട് ഇവരെ പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. തനിക്ക് അത് അവർ പറയുന്നുണ്ട്, അങ്ങേയറ്റം പാഷനേറ്റ് ആയിട്ടാണ് ഈ ആളുകൾ സിനിമയിലേക്ക് വരുന്നത്. ആ ജോലി ചെയ്ത് ജീവിക്കാൻ ഈ സ്ത്രീകളെ സമ്മതിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ചിലർ കഴിഞ്ഞ ദിവസം വന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചു വന്ന രേവതി സമ്പത്ത് അവർ റേപ്പ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയും പറയുന്നത് അവർ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നത് ഈ മിനു മുനീർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടില്ല. കാരണം ആ ഒരു സാഹചര്യത്തിൽ അവർ വിദേശത്തായിരുന്നു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴവർ പരാതിപ്പെടാൻ തയ്യാറുമാണ്. മറ്റൊരു കാര്യം കൂടി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയുള്ള റിലേഷൻഷിപ്പുകളല്ല. ഒരു സ്ത്രീയെ അവരുടെ ജോലി ചെയ്യാനുള്ള സാഹചര്യത്തെ അങ്ങേയറ്റം ഏതൊക്കെ തരത്തിൽ അവരെ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഉപദ്രവിക്കുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഏത് സമയത്തും റേപ്പ് ചെയ്യപ്പെടാവുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജോലി സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അവരുടെ റൂമിന് മുന്നിൽ നിരന്തരം കതക് തട്ടി വിളിക്കുന്ന സാഹചര്യം, ഇത്തരമൊക്കെ സാഹചര്യങ്ങൾ അതിജീവിച്ചാണ് ഈ സ്ത്രീകളൊക്കെ ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കേട്ടോ, വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒരു ശക്തമായ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പരാതി നൽകിയില്ലെങ്കിലും ഈ സംഭവങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന് ഒരു പോലീസിൻ്റെ തീരുമാനം, അന്വേഷിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ മിനു മുനീർ, അതോടൊപ്പം മറ്റ് പല നടിമാരും, രേവതി സമ്പത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുമാർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. കൂടുതൽ താരങ്ങൾ, വനിതാ താരങ്ങൾ ഒരു പ്രത്യക്ഷത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ സിനിമയിലെ ഒരു വലിയൊരു ലോബി തന്നെ സിനിമയിലുണ്ട്. അതായത് പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്താം. അത് ഭയന്ന് ഇതുവരെയും പുറത്തുപോലും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പങ്കുവെക്കാത്ത പലരുമുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? ദിനം പ്രതിയുള്ള ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആരോപണ വിധേയരായുള്ള ആളുകൾ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ
ഇത് ഇത്തരമൊരു കാര്യമാണ്. ഇത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇത് തുറന്നു പറയാൻ സ്ത്രീകൾ മുന്നോട്ട് വരില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതേസമയം ഈ വേട്ടക്കാരൻ ഇപ്പോഴും പല തലപ്പത്തും അല്ലെങ്കിൽ ഈ സിനിമ അടക്കി വാഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് അത് പൊളിക്കണം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ സ്ത്രീ പ്രവർത്തകർ, വനിതാ സിനിമാ പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് നേരിട്ടുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ ഇതിനെല്ലാം അവർ ശക്തമായി പോരാടുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായി അവരുടെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. ആദ്യം AMMA സംഘടന തന്നെ സിദ്ദിഖ് വളരെ നിസ്സാരവൽക്കരിച്ചതിനെ കാണുമ്പോൾ തന്നെ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ജഗദീഷ് വരുന്നു. അത് ജോമോൾ ഒട്ടും അതിനെ സീരിയസ് ആയി എടുക്കാത്ത ഒരു അപ്രോച്ച് നടത്തിയപ്പോൾ വളരെ സീരിയസ് ആയി മലയാളത്തിൽ തന്നെ മുതിർന്ന നടിയായ ഉർവശി പ്രഖ്യാപനം നടത്തുന്നു. ഇത് അന്വേഷിക്കണം, കാരണം ഇത് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ നടത്തിയ മൊഴിയാണ്. അവർക്ക് ആരോടെങ്കിലും ആരോപണം നടത്തണമായിരുന്നെങ്കിൽ അത് പത്രസമ്മേളനം വിളിച്ചാൽ മതിയായിരുന്നു, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലൈവുകളിൽ അവർക്കത് പറയാമായിരുന്നു. അതൊന്നും ഉണ്ടാകാതെ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയെ ഒരു കമ്മിറ്റിയുടെ മുൻപിൽ നടത്തിയ മൊഴികളാണ് ഈ സ്ത്രീകളൊക്കെ. ആ മൊഴി പുറത്തുവിടരുത്, അല്ലെങ്കിൽ മൊഴികൾ തന്നത് ആരൊക്കെയാണെന്ന് അങ്ങേറ്റവും കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്നൊരു സജഷൻ കൂടി ജസ്റ്റിസ് ഹേമ സർക്കാരിന് മുന്നിൽ വെക്കുന്നതും അങ്ങനെയാണ്. എന്തായാലും ഇത് ഒരു മറയാക്കി മുന്നോട്ട് പോകാമെന്ന് ധരിച്ച ഈ നായകൻ ഈ നടന്മാർക്കൊക്കെ തെറ്റിപ്പോയി എന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ വനിതാ സിനിമാ പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. വ്യക്തമാക്കുകയാണ്, തങ്ങൾ ഇത്തരത്തിലൊക്കെ പീഡിപ്പിക്കപ്പെട്ടു, ഇത്തരത്തിലൊക്കെ തങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരുന്നു, ഇത്തരത്തിലൊക്കെ തങ്ങളുടെ തൊഴിൽ നിഷേധിച്ചു, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് അവർ പൊതുസമൂഹത്തോട്. ഇതാരും ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ള ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് തുറന്നു പറച്ചിൽ നടത്തും. അടപടലം ഈ ഒരു സംഘടനയെ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്നു വരെയും AMMA എന്ന സംഘടന നേരിടാത്ത അത്രയും ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ്. കാരണം സിദ്ദിഖ് രാജിവെച്ചു, ഈ ആരോപണത്തെ തുടർന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. രേവതി സമ്പത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെക്കുന്നത്. അതിനുശേഷം ചാർജ് എടുത്ത ബാബുരാജിനെതിരെയും ഇന്ന് ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ആളുകൾക്കെതിരെ ഇപ്പോഴും ഒന്നും മിണ്ടാത്ത മുതിർന്ന നേതാക്കൾ അമ്മയിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യം വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് വ്യക്തമാക്കാൻ കഴിയും. തീർച്ചയായും അതുതന്നെയാണ് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ വലിയ സ്വാധീനമുള്ളവർ, രാഷ്ട്രീയമായും മറ്റ് ഭരണതലത്തിലുമൊക്കെ വലിയ സ്വാധീനമുള്ളവരാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ ഇരകൾക്ക് നീതി കിട്ടുമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. സർക്കാർ നിഷ്പക്ഷമായി ഈ സംഭവത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയില്ലെങ്കിൽ, പോലീസ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഈ ഇരകളെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകും. അതിനിടെ രേവതി സമ്പത്തിന്റെ ആരോപണത്തിൽ സിദ്ദിഖ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് വാദം. രാജി ആവശ്യപ്പെട്ട് മുകേഷിന്റെ വീട്ടിലേക്ക് RYF യുവമോർച്ച പ്രവർത്തകർ മാർച്ചും നടത്തി. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, രണ്ടുപേരുടെ രാജി, അതിനുശേഷം ഇപ്പോൾ രാജി ആവശ്യം ഉയരുന്നത് മുകേഷിനെതിരെയാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനിടെ നമുക്കറിയാം ഈ രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ കഴിഞ്ഞ ദിവസം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഈ രേവതി സമ്പത്തിനെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്ന പല രീതിയിലുള്ള പ്രചരണങ്ങളും ഈ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പിന്നാലെയാണ് സിദ്ദിഖ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? അതായത് രേവതി പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? സിദ്ദിഖിന്റെ പരാതിയിൽ, രേവതിക്കെതിരായിട്ടുള്ള പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്?
ഇതിനകത്ത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, രേവതി സമ്പത്ത് പോലീസിലോ അല്ലെങ്കിൽ നിയമപരമായോ അതിലൊരു നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം രേവതി സമ്പത്തുമായി നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ തനിക്കൊരു ഇടവേള വേണം, തനിക്കൊരു ഗ്യാപ്പ് വേണം, സിദ്ദിഖ് നിയമപരമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് രേവതി സമ്പത്ത് കുറച്ചു മുന്നേ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതായത് ഒന്നും ഇത് ഇപ്പോൾ പറയുന്നില്ല, സിദ്ദിഖ് നിയമപരമായി മുന്നോട്ട് പോട്ടെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാണ് രേവതി സമ്പത്ത് പറഞ്ഞിരുന്നത്. സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി പറയുന്നത് രേവതി സമ്പത്തിനെ രേവതിയുടെ മാതാപിതാക്കളോടൊപ്പം അല്ലാതെ താൻ കണ്ടിട്ടില്ല എന്നും ഈ രേവതി സമ്പത്തിന്റെ ആരോപണം കൃത്യമായ അജണ്ടയോടുകൂടിയാണെന്നുമാണ് സിദ്ദിഖ് DGPക്ക് നൽകിയ പരാതിയിൽ വ്യക്തമായി പറയുന്നത്. അതായത് താൻ ലൈംഗികപരമായോ വെർബലിയോ ഒന്നും തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു. ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്ത് മാത്രമാണ് രേവതി സമ്പത്ത് ഇക്കാര്യം ആരോപിച്ചിരിക്കുന്നതെന്നും ഒരു തവണ മാത്രമാണ് താൻ രേവതിയെ കണ്ടിട്ടുള്ളതെന്നുമാണ് സിദ്ദിഖ് ഈ ഒരു പരാതിയിൽ, രേവതിക്കെതിരായ പരാതിയിൽ, DGPക്ക് നൽകിയ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, രേവതി സമ്പത്തിന്റെ ആരോപണ പ്രകാരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് സിദ്ദിഖ് ഒരു സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് രേവതി സമ്പത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നീള തിയേറ്ററിൽ നടന്ന ഒരു ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ടാണ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് തന്നോട് അത്രയും നേരം സംസാരിച്ചിരുന്നതെന്നും എന്നാൽ അവിടെ എത്തിയതിനു ശേഷമാണ് സിദ്ദിഖിന് മറ്റൊരു മുഖം തന്നെ താൻ കണ്ടതെന്നും രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നതിന്റെ കാര്യത്തിൽ തനിക്ക് ആലോചിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ 2 തവണയെങ്കിലും ആലോചിക്കണമെന്ന് രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നതാണ്. അപ്പോൾ സിദ്ദിഖ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അത് കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്ത് മാത്രമാണ് രേവതി ഇത്തരം ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് സിദ്ദിഖ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചേരാനിരുന്ന അമ്മയുടെ നേതൃയോഗവും മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. നേരത്തെ തീർച്ചയായും വിവാദങ്ങൾക്കിടെ അമ്മ നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു, എന്നാൽ അത് മാറ്റിവെച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കും ഇതോടൊപ്പം നടി ഗീതാ വിജയൻ തുളസിദാസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആ വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കുകയാണ് താരങ്ങൾക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. അതിനിടെ അമ്മ നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. ഈ യോഗം മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യമാണ് ഇതിന് കാരണം. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുമ്പോൾ ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. മാറ്റം അനിവാര്യമെന്ന് WCCയും പ്രതികരിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനത്ത് വനിതയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. നവമി ദിനേശിലേക്ക്. നവമി, സിദ്ദിഖിന്റെ രാജിയെ തുടർന്ന് ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുമെന്ന ചില അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ബാബുരാജിനെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയില്ല. ഈ ഇത്തരം പുതിയ ആരോപണങ്ങളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്? പ്രധാനമായും 2 കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നാളെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. അതിലൊന്ന്, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട സിദ്ദിഖ് രാജിവെക്കുന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി ആരെ പരിഗണിക്കണം, ഇതിൽ തീരുമാനമെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് നടന്മാർക്കുമെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ മിനിറ്റ് കഴിഞ്ഞും വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് അമ്മ സ്വീകരിക്കേണ്ടത്, ഈ 2 കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നാളെ എക്സിക്യൂട്ടീവ് യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അത് പ്രസിഡന്റായ മോഹൻലാലിന്റെ അസൗകര്യം കാരണം അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ്. ഇന്ന് രാവിലെയാണ് മോഹൻലാൽ ഇത് മറ്റംഗങ്ങളെ വിളിച്ചറിയിച്ചത്. തനിക്ക് ചില ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചെന്നൈയിലെ ആശുപത്രിയിലാണ്, അതുകൊണ്ട് നാളെ എത്താൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ എത്തിയാൽ മാത്രമേ യോഗം ചേരാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേരണമെന്ന് മറ്റംഗങ്ങൾ നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി എന്നാണ് യോഗം ചേരുക എന്നത് ഉടനെ തന്നെ നമുക്കറിയാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇന്നലെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് പിന്നാലെ ജോയിന്റ് സെക്രട്ടറി ആയ ബാബുരാജിനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരു താൽക്കാലിക ചുമതല നൽകിയിരുന്നത്.
അങ്ങനെ ഇന്നലെ രാവിലെ ഈ സിദ്ദിഖിന്റെ രാജിയെ തുടർന്ന് താൽക്കാലികമായി ചുമതലയേറ്റ ബാബുരാജ് ഒരു ഓൺലൈനിലും മറ്റംഗങ്ങളുമായൊക്കെ യോഗം ചേരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് ബാബുരാജിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിലും ഇനി എന്ത് തീരുമാനമായിരിക്കും അമ്മ എടുക്കുക, അല്ലെങ്കിൽ ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരാൻ യോഗ്യനായ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് താരങ്ങളുടെ പേരുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. 10-ാം തീയതി ഇനി ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കെ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാം, അല്ലെങ്കിൽ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടാം എന്ന തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവുണ്ടായാൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനായ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് താരങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല താരങ്ങളുടെയും പേരുകൾ ഓരോ നിമിഷം കഴിയുന്തോറും പുറത്തു വരുന്ന സാഹചര്യത്തിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സംഘം പറയുന്നത്, തീർച്ചയായും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഈ അമ്മ സംഘടന നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നവമിയും ഈ ജനറൽ സെക്രട്ടറി ആരാകും എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം ഈ ആരോപണ വിധേയരായിട്ടുള്ള ആരെങ്കിലും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെ രാജിക്കുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ WCC ഒരു പുതിയ ജനറൽ സെക്രട്ടറിയെ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ WCC വനിതാ പ്രവർത്തകർ അവരൊരു മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന രീതിയിൽ പുതിയ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഒരു വനിതയെ പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ ആരോപണ വിധേയനായ ബാബുരാജ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. മറ്റുള്ളവർ ഈ ടൊവിനോ അടക്കമുള്ള താരങ്ങൾ, ഒപ്പം ഹൻസിബ, ജോമോള്, അനന്യ പോലുള്ള ആളുകളാണ്, വിനു മോഹനെ പോലുള്ള താരങ്ങളാണ് മറ്റുള്ളവർ. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തുള്ളതാണ്. പക്ഷെ ബാബുരാജ് സ്ഥാനം മാറണമെന്നോ അല്ലെങ്കിൽ രാജിവെക്കണമോ എന്ന തരത്തിലുള്ളൊരു ആരോപണമൊന്നും ഇപ്പോഴും ഈ സംഘടനയിലുള്ളവർ ഉയർത്തിയിട്ടില്ല. പക്ഷെ വരും മണിക്കൂറിൽ നമുക്ക് അതും പ്രതീക്ഷിക്കാം, അതും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, ഒരു വനിതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വനിതാ പ്രതിനിധി തന്നെ, ഒരു നടി തന്നെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഇങ്ങനെ തുടരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ആദ്യം ഇടവേള ബാബു, അതിനുശേഷം 1.5 മാസമായതേ ഉള്ളൂ സിദ്ദിഖ് അധികാരത്തിലെത്തിയത്. അതിനുശേഷം ആരോപണ വിധേയനാകുന്നു. ബാബുരാജിന് താൽക്കാലിക ചുമതല നൽകുന്നു, ബാബുരാജും ആരോപണ വിധേയനാകുന്നു. ഇനി ഇത്തരത്തിൽ അമ്മയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംഘടനയ്ക്കെതിരെ ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വേണം, ഒരു നടി തന്നെ വേണം എന്നൊരു തീരുമാനത്തിലാണ്. പക്ഷെ അത് ആരാണെന്നുള്ളതിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന് പറയാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിലപാട് പറയാൻ വളരെ ചുരുക്കം സ്ത്രീകളെ രംഗത്തെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഉർവശിയെ പോലെ ശ്വേതാമേനോനൊക്കെ വളരെ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് പ്രതികരിച്ചത്. അല്ലാതെ ഒരു നിലപാട് പറയാൻ ആരും ഇതുവരെയും തയ്യാറായിട്ടില്ല. അങ്ങനെ നിലപാട് പറഞ്ഞ സ്ത്രീകളാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ നിന്നും പുറത്തായി WCC രൂപീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഏത് വനിതയാകും എത്തുക എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. മറ്റൊന്ന്, ടോം സൂചിപ്പിച്ചത് WCCയിലെ അംഗങ്ങൾ അമ്മയിലേക്ക് വരുമോ, അല്ലെങ്കിൽ അവരെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കുമോ? അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ WCCയെയും അമ്മയോടൊപ്പം ഒരുമിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ WCCയിലെ അംഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം പല അംഗങ്ങളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു പേര് ജഗദീഷാണ്. നമുക്കറിയാം, സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ജഗദീഷ് അമ്മ സംഘടനയുടെ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നു. അതിന് വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് പൊതുസമൂഹം നൽകിയത്. ഒപ്പം താരങ്ങളും ഉർവശിയും ഹൻസിബയും ശ്വേതാമേനോനുമൊക്കെ ജഗദീഷിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അങ്ങനെയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജഗദീഷിനെയും പരിഗണിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വനിതയെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിർത്താം, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരാം
ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം എന്നൊരു തീരുമാനമായിരിക്കും അമ്മ എടുക്കുക. അത് WCCയിലെ അംഗങ്ങളാണോ അതോ WCCയെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു ആകുമോ എടുക്കുന്നതെന്ന് നമുക്കിനി വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. എന്തായാലും അതൊരു സസ്പെൻസ് തന്നെയാണ്. കാരണം ജഗദീഷിനെ പോലെയുള്ള ആളുകൾ വന്നാൽ ഈ അമ്മയിൽ മാറ്റമുണ്ടാകും, ഈ പുരുഷ മേധാവിത്വത്തിനൊക്കെ ഒരു മാറ്റം വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വനിതാ പ്രവർത്തകരുണ്ട്. ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകുമോ അതോ ഏതെങ്കിലും വനിതാ താരങ്ങളെ ഇതിലേക്ക് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. സിനിമാ മേഖലയിലെ പല സൂപ്പർ താരങ്ങൾക്കെതിരെയും പല ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നുണ്ട്. അതിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വെള്ളിത്തിരയിലെ നായകന്മാരാണ് ജീവിതത്തിലെ പ്രതിനായകന്മാരുടെ വേഷത്തിലേക്ക് വരുന്നത്. കൂടുതൽ പേർക്കെതിരെ ആരോപണവുമായി നടിമാർ രംഗത്തെത്തുകയാണ്. ഏറ്റവും ഒടുവിൽ നടി ഗീതാ വിജയനും ഒരു ജൂനിയർ ആർട്ടിസ്റ്റും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നടി ഗീതാ വിജയൻ സംവിധായകൻ തുളസിദാസിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമയിൽ അവസരം നഷ്ടമായെന്ന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് അമൃതയും ആരോപണവുമായി രംഗത്ത് വന്നു. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് നിർമ്മാതാവെന്ന പേരിൽ വിളിച്ചയാൾ സംവിധായകനോടക്കം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതായും വെളിപ്പെടുത്തുന്നു. കമ്മിറ്റി ഫൈൻഡിങ്സ് ആക്ച്വലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഇപ്പൊ വന്നത് വളരെ നന്നായി. ആക്ച്വലി ഇറ്റ് വാസ് ഇനവിറ്റബിൾ ടു ദ ഇൻഡസ്ട്രി. താങ്ക്സ് ടു ദ പിണറായി വിജയൻ ഗവൺമെന്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ്. ആൻഡ് പിന്നെന്താ ഞാൻ പറയാ, കാരണം ഇത് ഇപ്പോ ഈ ഒരു ഇത് വളരെ നന്നായി ഇത് വന്നത്. ആക്ച്വലി എപ്പോഴോ വരേണ്ടതായിരുന്നു. ആൻഡ് ഇപ്പൊ ഈ കമ്മിറ്റി ഫൈൻഡിങ്സ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. എവറിബഡി ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അണ്ടർഗോൺ ട്രോമാസ് ആൻഡ് എവറിഥിങ്. അപ്പോ അതുകൊണ്ട് ഈ വന്നത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് ധൈര്യപൂർവ്വം എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞാലും ആരും അത് അധികം ചെവി കൊള്ളില്ല. എല്ലാവരും ഒരു കാതിൽ കേട്ട് മറ്റേ കാതിലും അത് ഇതാവും. അങ്ങനെയായിരുന്നു. ഇപ്പോ ഈ ഒരു ഫ്രീഡം തന്നത് ഈ ഫൈൻഡിങ്സ് തന്നെയാണ്. ആ ഫ്രീഡം എന്നും ഉണ്ടാവണം. ഈ അട്രോസിറ്റീസ് ഒക്കെ നിൽക്കണം. അതാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അങ്ങനെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ഏത് വിധത്തിലും? അങ്ങനെ ഒരു കാരണം എല്ലാവരും ഭയന്ന് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എന്തെങ്കിലും വിധത്തിലുള്ളൊരു ഇത് വരുമോ അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, AMNA ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഹാവ് ഫേസ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഷൈജു എന്നാണ് അയാളെ പേര്. അപ്പം വാട്സപ്പ് രാത്രി 10 മണിക്ക് ശേഷം വാട്സപ്പിൽ മെസ്സേജ് വന്നു, ഹലോ അമൃതയല്ലേ, എൻ്റെ പേര് ഷൈജു, ഞാൻ പ്രൊഡ്യൂസറാണെന്ന്. ഞാൻ ഓക്കെ സാർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എടാ ഒരു റോളുണ്ട്, ഒരു വർക്ക് വന്നിട്ടുണ്ട്, എനിക്ക് അമൃതയോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അപ്പം എടാ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ വിളിക്കാൻ പറ്റത്തില്ല, കാരണം 10 മണിക്ക് ശേഷം കോൾ അലൗഡ് അല്ല, എൻ്റെ അമ്മ വഴക്ക് പറയും, കാരണം 10 മണിക്ക് ശേഷം സംസാരിക്കുന്നത് അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തതാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ വർക്കിന്റെ കാര്യമല്ലേ, സിനിമയുടെ കാര്യമല്ലേ, അതിനെന്താ എന്ത് സിനിമയുടെ കാര്യമായാലും വർക്കിന്റെ കാര്യമായാലും എൻ്റെ വീട്ടിൽ അത് അലൗഡ് അല്ല, നിങ്ങൾ നാളെ രാവിലെ അങ്ങനെയാണ് നാളെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം, വർക്കില്ല, ഇനിയിപ്പം വേറൊരു വർക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ എന്ന് പറഞ്ഞു. അയാൾ ക്ലോസ് ചെയ്തു, ഞാനും ക്ലോസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും വിളിച്ചു. പക്ഷെ പറഞ്ഞു എടാ ഞാൻ അന്ന് വിളിച്ച ആളാണ്, ഷൈജു ആണ്, ഒരു റോള് വന്നിട്ടുണ്ട്, നല്ല അത്യാവശ്യം നല്ല റോളാണ്, ക്യാരക്ടർ റോളാണ്, ഡയലോഗ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, 8 ദിവസത്തെ വർക്കാണ് എന്ന് പറഞ്ഞു. ഡെയിലി ഒരു 30,000 രൂപ അമൃതയ്ക്ക് കിട്ടും. 2,40,000 രൂപയാണ് അമൃതയുടെ തുക. അപ്പം എഗ്രിമെന്റ് നിങ്ങൾക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് 50,000 രൂപ തരുമെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. കാരണം നമുക്കൊക്കെ അത് എന്താ പറയുക, ഒരു ക്യാരക്ടർ റോൾ കിട്ടുക എന്ന് പറയുന്നത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ആണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. ഞാൻ ഓക്കെ ആണ് സാർ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ അമൃത എപ്പോഴാന്ന് വെച്ചാൽ അമൃത പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ അത് വേണ്ട, സാർ പറഞ്ഞോ, ഡേറ്റ് പറഞ്ഞോ, ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ റെഡിയാണെന്ന്. അപ്പം പറഞ്ഞു എടാ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഫിലിം ഫീൽഡാണ്, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റാണ്,
അപ്പം പറഞ്ഞു എടാ ഫിലിം ഫീൽഡ് അല്ലടാ, അത് നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പം ഞാൻ ചോദിച്ചു ഫിലിം ഫീൽഡിൽ എന്താ വിഷയം, ഫിലിം ഫീൽഡിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എടാ അതല്ല, പിന്നെ ഡയറക്ടർ ഭാഗത്തു നിന്നോ അല്ലെ വേറെ ആരും ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടെ കിടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിടക്ക പങ്കിടാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണോ? സാർ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വരുന്നത്, ദയവ് ചെയ്ത് സാർ അത് ചിന്തിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ മൂവിയിലേക്ക് വരുന്നത്. എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളാണ്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല അമൃത, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാരുണ്ട്, വേറെ പെൺപിള്ളേരുണ്ട്, പക്ഷെ അവർക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല. അമൃതയ്ക്കാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു അനീതിയായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാസ്റ്റിംഗ് ചെയ്യുന്നത്? ആൺപിള്ളേരോട് നിങ്ങൾ ചോദിക്കുന്നില്ല അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ തയ്യാറാവും, നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്ന നിങ്ങൾ തെറ്റല്ലേ എന്ന് വിഷയം. അപ്പം പറഞ്ഞു എടാ അത് ഇത്രയും പൈസ തന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും തുക തന്നിട്ട് നിങ്ങളെ അഭിനയിപ്പിക്കുകയാണ്, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ നിങ്ങളെ ഫേമസ് ആക്കാനും നിങ്ങൾ പിന്നെ വേറെ മൂവിയിലേക്ക് നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഞങ്ങൾ ഇല്ല, ഞങ്ങൾക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും തുക തന്നെ ഞങ്ങൾ അഭിനയിക്കാം, അപ്പൊ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ, എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ അമൃത ആയിക്കോട്ടെ, ഞാൻ വേറെ വർക്ക് വരുന്നുണ്ട്, 2000-3000 പെർ ഡെയിലി വരുന്ന ഒരു വർക്കുണ്ട്, അത് ചെറിയ സീനുകളൊക്കെ ഉണ്ടാവും, ഡയലോഗ് സീനുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ചെറിയ ചെറിയ സീനേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൽ വിളിക്കാമെന്ന്. ഞാൻ ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. ഹരികൃഷ്ണനിലേക്ക് പോവുകയാണ്. ഹരികൃഷ്ണൻ പണ്ട് മുതലേ ഈ സിനിമാ മേഖലയിലെ ഗോസിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെറും ഗോസിപ്പ് എന്ന രീതിയിൽ മാത്രമാണ് കാണാറുള്ളത്, കേൾക്കാറുള്ളത്. പല മുതിർന്ന താരങ്ങൾക്കെതിരെയും വനിതാ താരങ്ങൾക്കെതിരെയും ഇതുപോലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ. പക്ഷെ പലരും സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടും, അതുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയോടും അവർ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ യുവതാരങ്ങളാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഒരു ഭയവും കൂടാതെ മുന്നോട്ട് വന്ന് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സന്നദ്ധരായി രംഗത്ത് വരുന്നത്. ഇനി പല സൂപ്പർ താരങ്ങളുടെ പേരും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കണോ? അങ്ങനെ വന്നാലും അത്ഭുതമൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ന് മിനി മുനീർ നടത്തിയ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ വ്യക്തമാണ് എത്ര പേരുകൾ, ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, അങ്ങനെ തുടങ്ങിയ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ വേണ്ടി കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്ത മലയാളികൾക്ക് മുന്നിലേക്ക് ഈ പേരുകളൊക്കെ കൊണ്ടുവരികയാണ്. ഇവരുടെയൊക്കെ തനി സ്വഭാവം പുറത്ത് കാണിക്കുകയാണ്. ഇതിനൊക്കെ രീതിയിൽ ഇപ്പോൾ ബാബുരാജിനെതിരെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ അങ്ങനെ തുടങ്ങി ഇന്നത്തെ ദിവസത്തിൽ തന്നെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് ഓരോരുത്തർ അവർ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോഴേക്കും സാഹചര്യം മാറി എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ ഓരോരുത്തരും വരുന്നത്. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും രാജിയും ഒക്കെ തന്നെ വഴിവെക്കുന്നതിന് ശേഷം കുറച്ചുകൂടി അവർ പുറത്തേക്ക് അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ജനങ്ങളും മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പും വിശ്വാസവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. വരും ദിവസങ്ങളിലും പുതിയ ആളുകളിലേക്ക് തന്നെ അന്വേഷണം നീങ്ങിയാൽ പോലും അല്ലെങ്കിൽ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസവും ടെസ് ജോസഫ് മുകേഷിനെതിരെ നടത്തിയ ആരോപണം വന്നപ്പോൾ മുകേഷ് പറഞ്ഞിരുന്നത് ഇത് രാഷ്ട്രീയപരമായ ഒരു നീക്കമായിട്ടാണ് തോന്നുന്നതെന്നാണ്. അത് കേട്ടതിന് പിന്നാലെയാണ് മിനി മുനീർ പറയുന്നത് അങ്ങനെ മുകേഷിനെ ഞാൻ വെറുതെ വിടുന്നില്ല, എനിക്ക് സമയമായി, ഞാൻ പ്രതികരിക്കാൻ സമയമായി എന്ന് മിനി മുനീർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഓരോരുത്തരിലേക്കും വിരലുകൾ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. അവർ വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ പോയതിൻ്റെ ആയിക്കോട്ടെ, എല്ലാം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വേദന എല്ലാം തന്നെ അവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്. അതും കൃത്യമായ അടിസ്ഥാനത്തിൽ അവർ എവിടെ വെച്ചാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള കൃത്യമായ രീതിയിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മിനി മുനീർ ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി സംഭവങ്ങൾ, ഇപ്പോൾ ഗീതാ വിജയൻ സംവിധായകൻ തുളസിദാസിനെതിരെ പറഞ്ഞ ആരോപണം ഉൾപ്പെടെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു യുവതി നടൻ ബാബുരാജിനെതിരെ പറഞ്ഞൊരു കാര്യം ഉൾപ്പെടെ നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടത് നാളെ നടക്കാനിരുന്ന നേതൃയോഗം നടക്കാതിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നതും ഈ ബാബുരാജിനെതിരെ നടന്ന ഒരു ആരോപണമാണെന്ന് പറഞ്ഞാൽ പോലും അത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് രാജിവെച്ചതിന് പിന്നാലെ ബാബുരാജ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാബുരാജും നാളത്തെ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ ഏതായാലും ഇന്നത്തെ ആരോപണത്തിന് ശേഷം കഴിയില്ല. അതുകൊണ്ട് തന്നെ അതും നമുക്ക് തള്ളിക്കളയാൻ
സാധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തികൾ അവരനുഭവിച്ചതിൻ്റെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി കൈയടിച്ചിരുന്ന ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നേരെ ആരോപണങ്ങൾ പറയുമ്പോൾ കേരള സമൂഹം ഞെട്ടലിലാണ്. ഇനി ആരുടെയൊക്കെ പേരുകളാണ് പുറത്തു വരാനുള്ളത് എന്നൊരു ഞെട്ടലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും പേരുകൾ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് ഇപ്പം തന്നെ പറയട്ടെ. കാരണം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ ആളുകൾ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലകളിൽ നിന്ന് മിനി മുനീറൊക്കെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ എന്ന AMMA എന്ന സംഘടനയിൽ ഒരു അംഗത്വം ലഭിക്കണമെങ്കിൽ പോലും അതിന് മുകേഷ് എതിരെ നിന്നു. ഞാൻ അറിയാതെ എങ്ങനെയാണ് ഒരു ഇല പോലും സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കില്ല, അംഗത്വം തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവർ പറഞ്ഞിരുന്ന അവർ ലൈംഗികപരമായും വെർബലിയും ഒക്കെ തന്നെ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അതിനൊക്കെ എതിർത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ശബ്ദമുയർത്തി എന്നതിൻ്റെ പേരിലാണ് ഇതിനൊക്കെ വിലങ്ങ് തടി നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹേമ കമ്മിറ്റിയിൽ പവർ ഗ്രൂപ്പിൻ്റെ സംഭവം പറയുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവർ തീരുമാനിക്കും എന്തൊക്കെ സംഭവിക്കും, ആർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കണം, ആർക്കൊക്കെ അവസരങ്ങൾ നിഷേധിക്കണം എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഈ സൂചിപ്പിച്ച താരങ്ങൾ, മിനി മുനീർ സൂചിപ്പിച്ച താരങ്ങളായ ഇടവേള ബാബു ആവട്ടെ, സിദ്ദിഖ്, മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഓരോ രീതിയിലും AMMA എന്ന സംഘടനയിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരാണ് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വരണം, അല്ലെങ്കിൽ ജഗദീഷിലേക്ക് കാര്യങ്ങൾ മാറണം എന്ന് പറയുന്നത്. കാരണം ജഗദീഷിൻ്റെ നിലപാട് തന്നെയാണ് എടുത്തു പറയുന്നു, ജഗദീഷിൻ്റെ നിലപാട് തന്നെയാണ് അങ്ങനെ കൃത്യമായ ആ ഒരു വേളയിൽ ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായി പറയുകയും അത് കയ്യടികൾ വാങ്ങുകയും ചെയ്ത ശേഷം ജഗദീഷിൻ്റെ മേലെ ഒരു വല്ലാത്ത ഒരു രീതിയിൽ ഒരു ട്രസ്റ്റ് ബാക്കിയുള്ള താരങ്ങളിലേക്ക് തീർച്ചയായും ഇതൊരു അമ്മയില് മലയാള സിനിമാ മേഖലയിൽ ഒരു മാറ്റത്തിന് തുടക്കമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ജഗദീഷിനെ പോലെയുള്ളവർ, അതല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് സ്ത്രീകൾ പുരുഷ വിവേചനമുണ്ടാകാതെ ഒരു തുല്യരായി കാണുന്ന ഒരു സാഹചര്യം സിനിമാ മേഖലയിൽ ഉണ്ടാകണം. ടൊവിനോ തോമസ് ഇന്നലെ പറഞ്ഞതുപോലെ ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നത് ഒരു ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞതാകാം. പക്ഷേ ടൊവിനോയോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, ഇതുപോലെ നിങ്ങളെ താരങ്ങളായി കാണുന്നവർ, നിങ്ങളെ ആരാധിക്കുന്ന വലിയൊരു സമൂഹം ഈ നാട്ടിലുണ്ട്. അവിടെ നിങ്ങൾ മാതൃകാപരമായി പെരുമാറുകയാണ് വേണ്ടത്. ഇത് സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന കഥകൾ, ആരോപണങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന ഒരു ചൂഷണങ്ങൾ, തൊഴിലിടത്തെ വിവേചനം മാത്രമല്ല, ലൈംഗികമായി അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാകപ്പെടുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്കുണ്ട്, വനിതകൾക്കുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന പുതിയ കഥകൾ. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ചെറിയ പ്രശ്നങ്ങളാണ് പല കുടുംബങ്ങളിൽ പോലും ഒരു അക്രമത്തിലേക്കും കൊലപാതകത്തിലുമൊക്കെ വഴിമാറുന്ന സംഭവങ്ങളിലേക്ക് എത്തുന്നത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് പിതാവിനെ മകൻ അടിച്ചു കൊന്നു. ചേപ്പുംപാറ സ്വദേശി ഷാജി ജോർജാണ് മകൻ രാഹുൽ ഷാജിയുടെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. വാഹനത്തിൻ്റെ ഡോർ തുറന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒരു അവിശ്വസനീയമായ കാര്യമാണ്. കാരണം ഒരു വാഹനത്തിൻ്റെ ഡോർ തുറന്നതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കം അതൊരു പിതാവിൻ്റെ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവം. എപ്പോഴാണ് ഇതുണ്ടായത്? ഈ കൊലപാതകം സംഭവിച്ചത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ചെറിയ സംഭവമെന്ന് നമുക്ക് പറയാം ടോം, പക്ഷെ അവിടെ വലിയൊരു വില്ലനായത് മദ്യമാണ്. മദ്യലഹരിയിലായിരുന്നു ഈ മകൻ രാഹുൽ ഷാജി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയി, അതായത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത് ഈ ഷാജിയെ. അതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, ഈ അവസ്ഥ ഗുരുതരമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. ഈ കഴിഞ്ഞ പുലർച്ചെയാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ടോം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ചെറിയൊരു സംഭവമാണ്. വീട്ടുമുറ്റത്ത് കിടന്ന വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഉടൻ തന്നെ വീട്ടിലുള്ള വലിയ കമ്പിപ്പാര ഉപയോഗിച്ച് പിതാവിനെ മർദ്ദിക്കുന്നു. അവിടെ അതിഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് പിതാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾ പലയിടത്തും നിന്നും നമ്മൾ കാണാറുള്ളതാണ്.
മദ്യം, ലഹരി ഒക്കെ ഒരു വലിയ വില്ലനായി മാറുന്നു. അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഈ പിതാവ് ഷാജി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പിന്നീട് ഈ വീട്ടിൽ നിന്ന് തന്നെ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രതിയായ മകൻ രാഹുലിനെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഈ തൊണ്ടി മുതലായിട്ടുള്ള ഈ വലിയ പാര, കമ്പിപ്പാര, അത് മുറ്റത്ത് നിന്ന് തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും മദ്യലഹരിയുടെ ഒരു ഇരയായി ഈ പിതാവ് മാറുകയാണ്. ടോം, തീർച്ചയായും അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. മദ്യവും ലഹരിയും ഒക്കെ പല കുടുംബങ്ങളിലും വില്ലനാകുന്നുണ്ട്. മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തുന്ന യുവാക്കളാണ് അച്ഛനെയും അമ്മയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്ന, ക്രൂരമായി കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇതോടൊപ്പം ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത് തൃശ്ശൂർ അതിരപ്പള്ളിയിൽ നിന്നാണ്. അതിരപ്പള്ളിയിൽ അമ്മയെ മകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കണ്ണൻകുടി സ്വദേശി ബീനയാണ് അമ്മ പാറുക്കുട്ടിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സ്വർണം പണയം വെച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ ഒരു ചെറിയ തർക്കം നമ്മൾ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ കണ്ടു. ഒരു ചെറിയ ഡോറ്, വാഹനത്തിൻ്റെ കാറിൻ്റെ ഡോർ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പിതാവിൻ്റെ ജീവനെടുത്തെങ്കിൽ ഇവിടെ അമ്മയെ മകൾ വെട്ടി പരിക്കേൽപ്പിച്ചതിൻ്റെ സംഭവം സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അതിനപ്പുറം ഇരുവരും തമ്മിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? നവമി ദിനേശ് ഉടൻ ചേരും. സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തൃശ്ശൂർ അതിരപ്പള്ളിയിൽ അമ്മയെ മകൾ വെട്ടിപ്പരിക്കേൽപ്പിക്കാനുള്ള കാരണം. മറ്റേതെങ്കിലും ഇരുവരും തമ്മിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നവമി ദിനേശിലേക്ക്. നവമി, ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നമ്മൾക്ക് ഈ കോട്ടയത്ത് ഒരു പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്താനുള്ള കാരണം ചെറിയൊരു തർക്കമാണ്, ചെറിയൊരു പ്രശ്നമാണ്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്വർണം പണയം വെച്ചതിനെ തുടർന്നുള്ള തർക്കം അമ്മയ്ക്ക് നേരെ മകൾ ആക്രമണം നടത്താനുള്ള കാരണമാകുന്നു. അതിനപ്പുറം ഇരുവരും തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ടോമി, അമ്മയും മകനും തമ്മിൽ കുറച്ചു നാളുകളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സമീപവാസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം പലപ്പോഴായി വീട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ബഹളം കേൾക്കുമായിരുന്നു. അത് അമ്മയുമായിട്ടുള്ള തർക്കമാണെന്ന് ഈ മകൾ നാട്ടുകാരോട് പറയുമുണ്ടായിരുന്നു. സമീപവാസികൾ ഇത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ കുറച്ച് നാളുകൾ അധികമായി ഇവർ തമ്മിൽ ചില വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഈ മകൾ അമ്മയുടെ കൈ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇങ്ങനെ ഒരു പരിക്കേൽപ്പിക്കാനുണ്ടായ സാഹചര്യം, മകൾ സ്കൂട്ടർ വാങ്ങുന്നതിന് വേണ്ടി അമ്മയോട് സ്വർണം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അമ്മ സ്വർണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇത് തിരിച്ചെടുത്തു കൊടുക്കാൻ, പണയം വെച്ച സ്വർണം തിരിച്ചെടുത്തു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട ഈ മകളും അമ്മയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കയ്യിൽ ഇരുന്ന, വീട്ടിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അമ്മയുടെ കൈ വെട്ടി പരിക്കേൽപ്പിച്ചത്. എന്തായാലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ നില ഗുരുതരമല്ല, കൈക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും മകളും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതായി സമീപവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ അമ്മയും അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പ്രകോപിപ്പിച്ചത്, അതായത് ഈ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് മകളെ പ്രകോപിപ്പിച്ചതെന്ന് അമ്മയും പറയുന്നുണ്ട് കേട്ടോ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ അതിരപ്പള്ളിയിലാണ് അമ്മയെ മകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കണ്ണൻകുടി സ്വദേശി ബീനയാണ് അമ്മ പാറുക്കുട്ടിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഈ പാറുക്കുട്ടി ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.